ഇങ്ങനെ 20 പവൻ്റെ ആഭരണം ബിസിനസ് ഫ്ലോപ്പ് ആയത് കാരണം എടാ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് വിഷ്ണുവിനെ അറിയാലോ. അവൾ എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ്. പലിശ നന്നായിട്ട് കുറഞ്ഞുള്ള സ്ഥാപനത്തിൽ നിന്ന് തിരിമറി നടത്തിയതല്ല. ഫസ്റ്റ് ഒക്കെ കുറച്ച് ഇടപാടുകളൊക്കെ, പക്ഷെ ഇവർക്ക് അത് അറിഞ്ഞൂടെ. ഇവിടെ വീട്ടിൽ പോലും അങ്ങനെ ഒരു ടെൻഷൻ. ഞാൻ ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ആ കുഞ്ഞിനെ മറന്നുകൊണ്ടോ അങ്ങനത്തെ ഒരു ഐശ്വര്യയുടെ കാര്യമാണ് ചേച്ചി കഷ്ടി. അവൻ ചോദിച്ചു, നീ എന്തിനഞ്ചു എന്റെ മോന് ഹസ്ബൻഡാണ് ഫോൺ എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം. നാടിനെയും വീടിനെയും ഒക്കെ തകർത്തൊരു സംഭവമാണ്. രണ്ട് പെൺകുട്ടികൾ പേര് സാമ്പത്തിക തിരിമറി നടത്തി, സ്വർണ്ണ പണയ തിരിമറി നടത്തിയെന്ന് പറഞ്ഞ് ജീവൻ കൊല്ലുന്ന സംഭവം. അതായത് അഞ്ജുവിന്റെ ഭർത്താവിന്റെ സഹോദരിയാണ്. ഇത് ശരിക്കും വീട്ടില് അറിവുണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടാകും? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് വീട്ടില് അറിവില്ല, പക്ഷെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ജു ഇങ്ങനെ 20 പവന്റെ ആഭരണം. എന്ന് വെച്ചാൽ ഈ പറയും കണക്ക് അവര് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് തിരിമറി നടത്തിയതല്ല. ഇവരെ സെൽഫ്, അതായത് ഇവരെ സ്വർണമാണ് ഈ സിന്ധു എന്ന് പറയുന്ന സ്ത്രീക്ക് കൊടുത്ത് തട്ടി അവരെ ക്യാൻവാസ് ചെയ്ത്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പിന്നെ പുള്ളിക്കാരി നേരത്തെ ഇവിടെ ഒരു ഫിനാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയും കുറച്ച് അപ്പുറത്തായിട്ടുള്ളൊരു ആണ് അമരിവിള എന്ന് പറയുന്ന ആ ജംഗ്ഷനിലെ ഫിനാൻസിലാണ് അഞ്ജു ജോലി ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഈ യാത്രക്കിടയിൽ കണ്ടുള്ള ഒരു പരിചയം. അപ്പോൾ ഇവർക്ക് ബിസിനസ് ഫ്ലോപ്പ് ആയത് കാരണം ഇവരിത് പൂട്ടിപ്പോവുകയും പിന്നെ അതിനുശേഷം അഞ്ജുവിനെ ഇവർ ഫോളോ ചെയ്ത് സൗഹൃദം സ്ഥാപിച്ച്. അല്ലാതെ അഞ്ജുവിന് ഇവിടെയുള്ള ഈ വ്യക്തിയൊന്നും അറിയാനുള്ള ഒരു ഇതുമില്ല. കാര്യം അഞ്ജുവിൻ്റെ സ്വന്തം സ്ഥലം ഇവിടെയല്ല. ഇത് അഞ്ജുവിനെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചിട്ട് വന്നതാണ്. അപ്പം ഇവരുമായിട്ടൊന്നും ഒരു സൗഹൃദം സ്ഥാപിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. അപ്പം ഇവർ അഞ്ജുവിനെ ഫോളോ ചെയ്ത് അഞ്ജുവായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഇടപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരിക്ക് ഒരു ഓണർഷിപ്പ്, അതായത് ഫിനാൻസ് നടത്താനുള്ള ഒരു ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ സ്വർണം ബാങ്കിലോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് നല്ല എമൗണ്ട്, അതായത് എമൗണ്ട് കിട്ടുകയും പലിശ നന്നായിട്ട് കുറഞ്ഞുള്ള ഇത് കിട്ടും. അവർ ധരിപ്പിച്ച് ഇവരെ അങ്ങനെ ഫസ്റ്റൊക്കെ കുറച്ച് ഇടപാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ല സ്മൂത്തായിട്ട് നടന്നിട്ടുമുണ്ട്. അങ്ങനത്തെ ആ ഒരു സാഹചര്യത്തിൽ അവരെ അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും പിന്നെ ഇവരെ ഇടപാടുകൾ കൂടിയിട്ടുണ്ടാവണം. ആ ഒരു ഇതിലാണ്. പക്ഷെ ഇപ്പം കുറച്ച് നാൾ മുന്നെയാണ് പറഞ്ഞത് എന്തോന്ന് 20 പവൻ്റെ ആഭരണോ അഞ്ജുവിൻ്റെ. അത് ഈ ഫിനാൻസിൻ്റെ അഞ്ജുവിൻ്റെ 20 ഉള്ളൂ. അതിൽ 16 പവനോളം അവളെ അമ്മയുടേതാണ്, 2 പവൻ അവളതും, 2 പവൻ അവളൊരു ഫ്രണ്ട് ലക്ഷ്മി എന്ന് പറയുന്ന കൂട്ടുകാരിക്കുള്ളതാണ്. അപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് വിഷയമല്ല, കാര്യം എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടതിൽ സങ്കടം അതുണ്ട്, പക്ഷേ വേറെ എന്തായാലും ചെയ്യാനുള്ള ഒരു ചിന്തയൊന്നും ഇല്ല, സാഹചര്യം അഞ്ജുവിന് ഇല്ല. ബാങ്കിൽ ഇല്ല. അവരെ സ്ഥാപനത്തിലെ ഒരു ഇതിലിപ്പോ വാർത്തയിലൊക്കെ ഒരുപാട് പറഞ്ഞുണ്ട്, സ്ഥാപനത്തിൽ തിരിമറി നടത്തി. അങ്ങനെ സ്ഥാപനത്തിലെ സ്വർണം ഒരിക്കലും അവർക്ക് തിരിമറി നടത്താൻ പറ്റൂല. കാര്യം വെച്ചാൽ അങ്ങനെ കൊടുക്കാൻ പറ്റൂല, അങ്ങനെ മാറ്റാൻ പറ്റൂല. അഞ്ജുവിന്റെ ഇതില് 20 പവൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടേതും അവരത് അങ്ങനെയാണ് 20 പവൻ. അതുപോലെയാണ് ഈ കൂട്ടുകാരി ഐശ്വര്യ എന്ന് പറയുന്ന അവളെ ബന്ധുക്കളിൽ നിന്നൊക്കെ വാങ്ങി എല്ലാം കൂടി ചേർത്തിട്ടാണ് 50 പവനോളം. 50 പവനോളം അല്ല, 50 പവൻ. അപ്പൊ അത് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതും സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ മറിക്കാനൊന്നും പറ്റൂല. കാര്യം വെച്ചാൽ ഈ സ്ഥാപനത്തിൽ നിന്ന് തിരിമറി നടത്തിയെന്ന് ഈ വാർത്തകളിൽ വരുന്നതല്ലാതെ ആ സ്ഥാപനക്കാരും അങ്ങനെ ഒരു വർത്താനം പറയുന്നില്ല. അതിന്റെ ഓണറോ അതിന്റെ മാനേജറോ ആരും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ആ സ്ഥാപനത്തിലെ ഉടമസ്ഥന്റെ അടുത്ത് പിന്നെ പോലീസ് ചെയ്തപ്പോൾ എൻ്റെ സ്ഥാപനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കാര്യം അവർ എൻ്റെ സ്ഥാപനത്തിലെ സ്റ്റാഫാണ്, അല്ലാതെ അവരെ പേഴ്സണലി ഉള്ള ഒരു ഇതാണെന്നാണ് പുള്ളിക്കാരനും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ന്യൂസിലൊക്കെ വരുന്നത് സ്ഥാപനത്തിൽ തിരിമറി നടത്തിയെന്ന് പറഞ്ഞിട്ടാണ്. ഇതിപ്പം ശരിക്ക് ഈ 2 പിള്ളേരെയും പറ്റിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ സിന്ധു എന്ന് പറയുന്ന അവരാണ്. പലരെയും ഒരുപാട് കേസുണ്ട്. പക്ഷെ ഇവർക്ക് അത് അറിഞ്ഞുകൂടായിരുന്നു. ഇവര് അതിനെയൊക്കെ കുറിച്ച് അറിയുന്നത് തന്നെ എന്താ വെച്ചാൽ ഇവര് കൊടുത്ത സ്വർണം വാങ്ങാൻ വേണ്ടി വീട്ടിൽ പോയപ്പോഴത്തേക്ക്
തിരിച്ചു കൊടുക്കാതെ വരികയും ഇവർ പിന്നെ USA അവരെ മോളത്തോട്ട് മുങ്ങുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ചതിയാണെന്നുള്ള കാര്യം. ആ ഒരു വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടി ആദ്യത്തെ ഇടപാടൊക്കെ നല്ല കൃത്യമായി നടന്നുകൊണ്ടിരുന്നത് തന്നെയാണ്. പിന്നെ അഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അഞ്ജുവിന് ഇങ്ങനെ ഒരു ചെയ്യേണ്ട ഒരു ഇതുമില്ല. ഇവിടെ വീട്ടിൽ പോലും അങ്ങനെ ഒരു ടെൻഷൻ അവള് കാണിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ ഫോണ് അല്ല, ബന്ധുക്കളോടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ അല്ല, ഞാൻ ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഫോൺ എടുക്കാതിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ഫോൺ എടുക്കാത്തത്, എത്ര പ്രാവശ്യം വിളിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ചേച്ചി ഞാൻ ഇപ്പോൾ ഒരു ടെൻഷനിലാണ്, നിങ്ങൾ ഫോൺ വെക്ക് എന്ന് പറഞ്ഞ് വെച്ച്. അപ്പം അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചു പുള്ളിക്കാരി. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അവിടെ ആ സ്ഥലത്തുള്ളൊരു വേറൊരു സിന്ധു എന്ന് പറഞ്ഞൊരു ചേച്ചീനെ കുറിച്ച് എനിക്കറിയാം. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു പറഞ്ഞാൽ അതല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവരെ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചാൽ നോക്കട്ട് കാണാം എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞാൽ അത് ഞാൻ അയച്ചേക്കാം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇപ്പോഴാണ് അവരെ കാണുന്നത്. പക്ഷെ ഇവരെ നമുക്കറിയാം, കണ്ട് പരിചയമുണ്ട്, സംസാരിച്ചിട്ടൊന്നുമില്ല. കണ്ട് മോൻ ഒരു 5 വയസ്സ് 5.5 വയസ്സ് അങ്ങനെ. അതാണ് അങ്ങനെ ഒരു എന്തായാലും അഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിനെ മറന്നുകൊണ്ടോ അങ്ങനത്തെ ഒരു ഇതില്ല. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ നമുക്ക് പോലും അത് വിശ്വസിക്കാൻ വയ്യ. നമുക്ക് ആ ഒരു ലെവലിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അവൾ ഇങ്ങനെ ചെയ്യുമെന്നുള്ളൊരു. എന്ന് വെച്ചാൽ അവൾ അങ്ങനത്തെ ഒരു ഇതും വീട്ടിൽ അവൾക്ക് ഉണ്ടായിട്ടില്ല. വീട്ടിൽ അവൾ അങ്ങനത്തെ ഒരു ടെൻഷൻ പോലും പ്രകടിപ്പിച്ചിട്ടില്ല. ഈ കാര്യം പറഞ്ഞിട്ട് പോലും പറയുന്നത് എൻ്റെ 20 പവൻ അതെനിക്ക് പ്രശ്നമല്ല, എൻ്റെ അമ്മയുടേതും എനിക്ക് അവരുടെ അടുത്ത് പറയാൻ ഞാനത് എങ്ങനെയായാലും ഞാൻ അത് കവർ ചെയ്യും എനിക്ക്. പക്ഷേ ഐശ്വര്യയുടെ കാര്യമാണ് ചേച്ചി കഷ്ടം ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. ഐശ്വര്യയുടെ കാര്യമാണ് കഷ്ടത്തിലായത്. അവളെ ബന്ധുക്കളെയും ഇങ്ങനെ കുറച്ച് അറിയാവുന്ന അവരെയൊക്കെ ഉള്ള സ്വർണ്ണമൊക്കെയാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. അവൾക്ക് വലിയ പ്രശ്നമാണ്, ഭയങ്കരമായിട്ട് അവളെ വീട്ടിൽ അറിഞ്ഞാൽ വലിയ വിഷയമാവും ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവൾക്കാണ് ചേച്ചി ഭയങ്കര ടെൻഷൻ. പക്ഷേ ഈ അഞ്ജുവിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കാര്യം. പറഞ്ഞപ്പോൾ അവനും പറഞ്ഞ് നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഇതിൻ്റെ പേരിൽ നീ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. ഇതിനെക്കുറിച്ച് ഇനി നീ എന്ത് ചെയ്യാൻ പോയിരുന്നാലും എൻ്റെ അടുത്ത് ആലോചിച്ചിട്ടേ നീ ചെയ്യാവൂ, നമുക്ക് അവർക്ക് കൊടുക്കാം, അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം, ഇതെല്ലാം അങ്ങനെ പറഞ്ഞു. അപ്പം വിഷ്ണുവേട്ടാ ഞാൻ ഒരിക്കലും, അവൻ ഇപ്പോഴും പറയുന്നുണ്ട്, അവന് വാക്ക് കൊടുത്തതാണ്, ഇതിൻ്റെ പേരിൽ ഞാൻ ഒന്നും ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അവന് വാക്കും കൊടുത്തതാണ്. എന്നിട്ടാണ് ഇങ്ങനെ. അപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് മെഡിക്കൽ കോളേജിലോട്ട് പോയപ്പം റെഡ് സോണിൽ കിടന്നപ്പം അപ്പോഴാണ് എന്ന് വെച്ചാൽ അതിന് കുറച്ച് മുന്നേ ആണല്ലോ അറിയുന്നത് ഇത് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ആണെന്നുള്ളത്. അതുവരെയും ഫുഡ് പോയിസൺ എന്നുള്ള നിലയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് അവൻ ചോദിച്ചു നീ എന്തിനഞ്ചു എൻ്റെ മോൻ്റെ മുഖം പോലും ഓർക്കാതെ നീ എന്തിനിങ്ങനെ ചെയ്തെന്ന് ചോദിച്ച്. നീ ചെയ്യൂലെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുള്ളതല്ലേ, പിന്നെ നീ എന്തിനിങ്ങനെ ചെയ്ത്? അത് വിഷ്ണുവേട്ടാ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂലെന്ന് വിഷ്ണു എന്നെ അറിയാല, എന്നെ ഐശ്വര്യ നിർബന്ധിച്ച് കഴിപ്പിച്ചതാണെന്ന് പറഞ്ഞു. അവൾ എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചതാണെന്ന് പറഞ്ഞു. ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. അതിനെ കുറിച്ച് ഇവര് ഭയങ്കരമായ സൗഹൃദമാണ്. ഇവർ രണ്ടുപേരും ഭയങ്കരമായ സൗഹൃദം തന്നെയാണ്. എപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യും. എന്ന് വെച്ചാൽ കൂടുതൽ സമയവും സംസാരിക്കുന്നത് ഇവര് തമ്മിലാണ്. ഫുൾ ടൈം. ഈ പ്രശ്നമായതിനെ കുറിച്ച് അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. പ്രശ്നമായതിനെ കുറിച്ചൊന്നും സാധാരണ ഈ പ്രശ്നം വരുന്നതിന് മുന്നേ നോർമലി അവർ രണ്ടുപേരും എപ്പോഴും സംസാരിക്കുന്നവരാണ്. പല കാര്യം ഇപ്പം ഫിനാൻസിലെ കാര്യം തന്നെ ആവണമെന്നില്ല, അവര് തമ്മിലുള്ള വീട്ടിലെ കാര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ അവരെപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നത്. ആദ്യം ഒരു ബ്രാഞ്ചിലായിരുന്നു, പിന്നെ അവിടെ നിന്നാണ് അഞ്ചു വിഴിഞ്ഞത്തോട്ട് മാറിയത്. ഇവിടെ ഈ ജോലിയിൽ വന്നിട്ടുള്ള സൗഹൃദം തന്നെയാണ്. അതിന് മുന്നേ ഒന്നും അറിഞ്ഞൂടാ. വീട്ടില് അത് ഇന്നലെ അവിടെ വന്നപ്പോഴത്തേക്ക് ആണ് ഒരു കൊച്ച് പറഞ്ഞത്, പിന്നെ എന്തോ കാര്യത്തിന് ഇങ്ങനെ ഐശ്വര്യ ഫോൺ ചെയ്ത് അവിടെ നിന്ന് ഇവിടെ സൂര്യ ഫിനാൻസിൽ നിന്ന് ചെയ്തപ്പോഴത്തേക്ക് ഹസ്ബൻഡാണ് ഫോൺ എടുത്തത്. അപ്പം ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു.
ഹസ്ബൻഡ് അറിഞ്ഞു എന്നാണ് പറയുന്നത്. ബാക്കി കാര്യം എനിക്ക് അറിഞ്ഞൂടാ അവിടെ എന്താണെന്നോ ഇങ്ങനെ. ഇവര് ഈ പണം ഇല്ല ഈ പണയം വെച്ച സ്വർണ്ണത്തിൽ ചോദിച്ചപ്പോ ഇവര് അത് വിറ്റുപോയി എന്ന് പറഞ്ഞ് ഇവരെ ചതിച്ചതാണ്. അവര് വിറ്റുപോയി എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞത് ഇവര് കൂടുതൽ പ്രഷർ ആദ്യം പറഞ്ഞത് എൻ്റെ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ട്, ആ പ്രോപ്പർട്ടി വിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ഈ സ്വർണം തിരിച്ചു തരാമെന്ന്. പിന്നെ ഇവരിങ്ങനെ കൂടുതൽ അവരുടെ അടുത്ത് ഇങ്ങനെ പോയി ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനത്തെ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എനിക്ക് സ്വർണം വിൽക്കാനാണ് തന്നത്, ഞാനത് വിറ്റ് നിങ്ങൾക്ക് ക്യാഷും തന്നിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഇവര് എന്ന് വെച്ചാൽ ആ പ്രതീക്ഷ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അതുവരെ അവർക്കൊരു ഇതുണ്ടായിരുന്നു, ഈ സ്ത്രീ എന്ത് പ്രോപ്പർട്ടി വിറ്റിട്ടാണെങ്കിലും അവർക്ക് ഇത് ക്ലിയർ ആക്കി കൊടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഈ കുടുംബത്തിന് കൂടി ഒരു ചില വാർത്തകൾ കാണുമ്പോൾ കുടുംബത്തിന്റെ വിഷമം കൂടിയുണ്ട്. കാര്യം ഇത് ഇങ്ങനെ തെറ്റിദ്ധാരണയായിട്ട് ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് അല്ലേ? മൊത്തത്തില് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം. എന്തായാലും അവരിരുന്ന ഫിനാൻസിൽ ഒരു തിരിമറി നടത്തിയിട്ടില്ല. കാര്യം ഇപ്പം തന്നെ ഇവര് സിന്ധുവിന്റെ പേരിൽ പറഞ്ഞല്ലോ, ആ പുള്ളിക്കാരിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലോ പോലീസ്. പക്ഷെ അതിന് പിന്നാലെ അവര് ആരെയൊക്കെ ചതിച്ചിട്ടുണ്ടോ അവരെല്ലാം പരാതിയായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഇവര് ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ ആ ഫിനാൻസില് ഇവര് മറച്ചെന്ന് പറയുന്ന ആ സ്വർണത്തിന്റെ ഉടമസ്ഥര് വരണ്ടേ പരാതിയായിട്ട്? അങ്ങനൊന്നുമില്ല, അവർക്ക് ഫിനാൻസുമായിട്ട് ഒരു വിഷയവും ഇല്ല. ജോലി അവർ സ്റ്റാഫ് ആണെന്നുള്ള ഇതേ ഉള്ളൂ. പക്ഷെ ഇത് ഇവരെ പേഴ്സണൽ ആയിട്ടുള്ള ഇതാണ്. ഈ സ്ത്രീ അവരെ എന്ത് പറയാ തട്ടിപ്പുകാരിയാണ്.